ഗായ്സ്, വെൽക്കം ടു ടേസ്റ്റി ബൈറ്റ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഓറിയോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കറക്റ്റ് ഒതൻറ്റിക് റെസിപ്പി ഒന്നും ഞാൻ പറയില്ല, ഒരു തട്ടി മുട്ടിയിട്ടുള്ളൊരു കേക്ക് അങ്ങനെയും പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണ കേക്കാട്ടോ. കൊളാവോ എന്താ എങ്ങനെ ഉണ്ടാവോ അല്ലാക്കറിയാം. കേക്ക് സക്സസ് ആയ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. എന്നും നിങ്ങൾ ക്രിസ്മസിന് പ്ലം കേക്കിൽ ഉണ്ടാക്കല്, നമുക്കൊരു വെറൈറ്റി ഒക്കെ നോക്കിയാലോ. നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഞാൻ അതവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെ 30 രൂപയുടെ പാക്കറ്റില്ലേ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 കപ്പ് മിൽക്കും പിന്നെ ഇതാ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താലോ. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല പൗഡറായി കൊടുത്ത്, നല്ല ഫൈൻ പൗഡറായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബൗളിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പിന്നെ അതായത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേറൊരു ബൗളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച ഓറിയോ ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് അതിലോട്ട് 1 കപ്പ് പാലും 1/4 ടീസ്പൂൺ സോഡ പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ മെത്തേഡ് ഉണ്ടല്ലേ, കട്ട് ആൻഡ് ഫോൾഡ് അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ എനിക്കതൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബേക്ക് ചെയ്യണതും കേക്ക് ഉണ്ടാക്കണമൊക്കെ. ശരിക്കും ഞാൻ ഓറിയോ ബിസ്ക്കറ്റും മിൽക്കും പാടെ മാത്രം ഇട്ടിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴോ ആകെ കുറച്ചുള്ളൂ. ഞങ്ങളവിടെ തെക്കിയോ, ഞാൻ ഈ കുറച്ചുണ്ടാക്കിയിട്ട് പോയാൽ ഇവിടെ അടിയും പിടിയൊക്കെ ഇരിക്കും. അതിനും കൂടി ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഷുഗർ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് കുറച്ച് മിൽക്കിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തു. എന്താ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ. നമ്മളടുത്ത് പിന്നെ ഓവണും എയർ ഫ്രയറും ഇല്ലാത്തതുകൊണ്ട് നമ്മളടുപ്പത്ത് വേവിക്കാൻ വെക്കണം. 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചോളി. ഇനി നമ്മൾ കേക്ക് ആവാനായി നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കി. ഇതൊക്കെ അടിപൊളി കിട്ടിക്കോ, സോഫ്റ്റ് ആയിക്കണം. ഇനി നമുക്ക് അതിന്റെ മേലെ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് കനാശ് ഉണ്ടാക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഡയറി മിൽക്കിൻ്റെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് നിങ്ങൾ എടുത്തോളിയും. ഇനി നമുക്ക് ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നമുക്ക് ഇതാ മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്കിന്റെ മേൽഭാഗം ഒന്ന് മുറിച്ച്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് മുറിക്കാനൊന്നും അറിയില്ല, എന്നാലും എങ്ങനെയൊക്കെ മുറിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ മേൽഭാഗം മുറിച്ചത് കളയില്ല, നമുക്കത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് അതിൽ ചോക്ലേറ്റ് കനാശ് നമുക്ക് കുറച്ചായി ഒഴിച്ചെടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്കിൻ്റെ മേൽഭാഗമല്ലേ അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ ചോക്ലേറ്റ് ഗനാഷിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മേലെ വിതറി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തോളി. അപ്പം എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കേക്ക് എന്തായാലും അടിപൊളി വന്നിട്ടുണ്ട്. കാണാൻ ലുക്കില്ലെങ്കിലും തിന്നാൻ അടിപൊളി കേട്ടോ. ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ട്രസ്റ്റ് മീ ഗൈസ്ക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. വീഡിയോസ് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം ലൈക്കും കൂടി ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.